ഇന്ന് നമ്മുടെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരനാണ്, മുകേഷാണ്. ആൾ ഇതുപോലെ പോത്തിനെയും മൂരിനൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്ന ആളാണ്. അവനും കൂടി പോയിട്ടാണ് ഞങ്ങൾ 3 എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പോത്തിനൊക്കെ എടുക്കാൻ അവനാണ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് പോത്തുകളൊക്കെ എടുക്കാൻ പോയതിന് ശേഷം അവൻ ഇന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പോത്തുകളെ കാണും കേട്ടോ. എങ്ങനെയുണ്ട് മുകേഷ്, പോത്തുകൾക്ക് വല്ല മാറ്റം തോന്നുന്നുണ്ടോ? മാറ്റമൊക്കെ ഉണ്ട്, നല്ല മാറ്റം ഉണ്ട് അല്ലേ? ഏതാ കൂടുതൽ മാറ്റം തോന്നുന്നത്? വലുതിന് തന്നെ മാറ്റം കൂടുതൽ തോന്നുന്നത്. വലിയ പോത്തല്ലേ? വലിയ പോത്ത് ആദ്യം എടുത്തത് നമ്മള്. പിന്നെന്താ, നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച എടുത്തല്ലോ മൂരിയൊക്കെ. മൂരിയല്ലേ? അതൊക്കെ മെല്ലെ മെല്ലെ മാറി മാറി വരുമല്ലോ, ഒരു ടൈം എടുക്കുമല്ലോ അതിൻ്റെ അടുത്ത്. അതെ അതെ, നല്ല തീറ്റ എടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാം നല്ല തീറ്റ എടുക്കുന്നുണ്ട്. ഓക്കെ മുകേഷ്, നീ പറഞ്ഞ പോലെ തീറ്റയൊക്കെ ഞങ്ങൾ പച്ചപ്പുല്ലും അതുപോലെ നീ പറഞ്ഞ രീതിക്ക് തന്നെ കൊടുക്കണ്ടായിരുന്നത്. നീ വീട്ടിലെങ്ങനെ വളർത്തുണ്ടായിരുന്നു? എങ്ങനെ തീറ്റ കൊടുത്ത് വളർത്തുണ്ടായിരുന്നു? ഞാൻ കൊടുത്തത് പച്ചപ്പുല്ല് തന്നെയാണ്, മെയിൻ പച്ചപ്പുല്ലാണ്. പക്ഷെ അത് നല്ല ഇട്ട് കൊടുക്കില്ല, അതിന് വേണ്ടത് മാത്രം ഇട്ട് കൊടുത്ത് അതിനനുസരിച്ചുള്ള നോക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേമാതിരി നല്ല കുറച്ച് ചോറും അതേമാതിരി തവിടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചോറൊരു 2 ഗ്ലാസ് അരിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ഗ്ലാസ് ഉണ്ടാവില്ല വീട്ടുപോലത്തെ, അതേമാതിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തിട്ടാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല രീതിയിൽ പൈസ ഒന്നും നമ്മൾ ഇറക്കാൻ പാടില്ല ഇതിൽ ആദ്യം ഇത് വെച്ചാൽ ഉണ്ടിയപ്പണി ഇടുന്ന പൈസ മാതിരിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ ഡെയിലി ഇടില്ല ഒരു പൈസ, അതേമാതിരി വളർന്നതാണ് ഈ പോത്തും കന്നോളൊക്കെ. പിന്നെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ലാഭകരമായിട്ട് വളർത്താന്നുള്ള ഒരു ഇതുള്ളൂ, ചെലവ് ചുരുക്കിയിട്ട്. എന്ന് വെച്ചാൽ പുല്ലും മെയിൻ നല്ല പുല്ല് കൊടുക്കുക. രണ്ടാമത് പിന്നെ എന്താ, ചോറ് എന്തെങ്കിലും കൊടുക്കണം, ചോറും തവിടും കൊടുക്കണം, എന്നാലാണ് അതിൻ്റെതായ ഒരു കയറി വരുള്ളൂ. അത് കൈത്തീറ്റ കൊടുക്കണം, തവിട് കൊടുക്കണം. പക്ഷെ ഫസ്റ്റത്തെ 2-3 മാസം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മാക്സിമം ഒരു 8 മാസം ഒരു കൊല്ലാണ് വളർത്തേണ്ടത്. അതിൽ ഒരു 8 മാസം വളർത്താൻ പാടും. അതിൽ ലാസ്റ്റത്തെ 4 മാസം നന്നായി നോക്കുക. ഫസ്റ്റത്തെ മാസമൊക്കെ കുറച്ച് അധികം തവിടൊന്നും കൊടുത്ത് വളർത്തേണ്ട ആവശ്യമില്ല എൻ്റെ അറിവിൽ. ചിലവ് ചുരുക്കി കമ്മിയൊക്കെ 4 മാസം കൊടുക്കുന്ന 4 മാസം നല്ല രീതിയിൽ നല്ല തവിടൊക്കെ കൊടുത്ത് നല്ല ചോറൊക്കെ കൊടുത്ത് വളർത്തുക. അപ്പം തന്നെ നമുക്ക് ബെനിഫിറ്റും കിട്ടും, അതിൽ പോത്താനെ വലുതാവും ചെയ്യും. നല്ല പുല്ലും കൊടുക്കുക. നിന്റെ അനുഭവത്തിൽ ഇപ്പോൾ എത്ര പോത്തിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു? അതെങ്ങനെയാണ്, എത്ര മൂരി അതോ പോത്തോ? എൻ്റെ ഉണ്ടാകുന്ന 4 മൂരിയും ഒരു പോത്താണ്. ഞാൻ മൂരിയാണ് ആദ്യം, ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൂരിനെ വളർത്തി തുടങ്ങി. പിന്നെ അതിന് ശേഷം ഒരു മുറ പോത്തിനെ തന്നെ നോക്കി വളർത്തിണ്ടായിരുന്നു. അത് നല്ലതായി 4 മാസം നോക്കിയുള്ളൂ. അത് 4 മാസം നോക്കി 65,000 രൂപയ്ക്ക് വിറ്റു. 64,000 രൂപയ്ക്ക്? 64,000 രൂപ. 64,000 രൂപയ്ക്ക് വിറ്റു. ഞാൻ മേടിച്ചത് 29,000 രൂപയ്ക്കാണ്. 29 രൂപയ്ക്ക് വാങ്ങിയിട്ട് 64 കൊടുത്തു. 4 മാസം നോക്കിയുള്ളൂ, 118 ദിവസം നോക്കിയുള്ളൂ. കച്ചവടമായി. പെരുന്നാൾ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? പെരുന്നാൾ സമയത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതി. നിങ്ങളിപ്പോൾ ഈ പോത്ത് അതേമാതിരി ഒരു 8 മാസം കൊടുക്കുമ്പോഴേക്ക് റെഡിയാവും, നന്നാവും. ഈ പോത്തില്ലേ? വലിയ പോത്തില്ലേ? വലിയ പോത്ത്. അതിനനുസരിച്ച് തീറ്റ കൊടുക്കുക, പുല്ല് മെയിൻ കൊടുക്കുക. പുല്ല് വൈക്കോല് പിന്നെ പോത്ത് തിന്നില്ല. അത് തിന്നില്ല. എന്താ പറയുക, തിന്ന് ശീലമായി കഴിഞ്ഞാൽ, പച്ചപ്പുല്ല് തിന്ന് ശീലമായി കഴിഞ്ഞാൽ വൈക്കോല് തിന്നില്ല. വൈക്കോല് പിന്നെ വയറ് നിറയാൻ കൊണ്ടല്ലേ, വലിയ പ്രോട്ടീൻ ഇല്ല. അതിലൊന്നുമില്ല. അത് വെറുതെ നമ്മള് എന്താ പറയാ, ഒരു വായു നിൽക്കാൻ വേണ്ടി കൊടുക്കാന്നുള്ളൂ. ആളില്ലാത്തപ്പോ കൊടുക്കുക, പുല്ലറിയാനില്ല വെച്ചാ കൊടുക്കുക. ഞാൻ കൊല്ലത്തിലൊരു 6 മാസം അങ്ങനെ ആകുമ്പോഴാണ് നോക്കി വളർത്തേണ്ടത്. അതിൻ്റെ അനുസരിച്ച് നോക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇല്ല, എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വേറെ വർക്കാണ്, പിന്നെ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വളർത്താൻ പറ്റുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വളർത്തുന്നു പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്, എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ. അതുപോലെ ഈ പോത്ത് വളർത്തൽ തുടക്കക്കാരോട് എന്താ പറയാറുള്ളത്? അതായത് എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും അനുഭവത്തിൽ എന്തെങ്കിലും ടിപ്പുകൾ പറഞ്ഞു കൊടുക്കാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പോത്തിനെടുക്കുമ്പോൾ വലിയ പോത്തിനെടുക്കണം. നമ്മളിപ്പോൾ എടുത്ത മാതിരി വലിയ ഫസ്റ്റ് പോത്തിട്ടില്ല, അതേമാതിരി വലിയ പോത്തുകളും എടുക്കണം. അത്യാവശ്യം കേട് കയറുന്ന കുട്ടികളെ എടുക്കുന്നതായിരിക്കും ഫസ്റ്റ് തുടക്കക്കാർക്ക് ഏറ്റവും ലാഭകരവും അതിന് സുഖമാണ് വളർത്താൻ. ഒരു വയസ്സിൻ്റെ ഒക്കെ പ്രായമുള്ള ഏകദേശം 1 വയസ്സ് 1.5 വയസ്സായാലും കുഴപ്പമില്ല. ആ പ്രായമുള്ള സാധനത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പെട്ടെന്ന് നമുക്ക് അതിനെ പറ്റി പഠിക്കാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതാകുമ്പോൾ നമുക്ക് പഠിക്കാനും പറ്റില്ല. കേട് തീർന്ന കുട്ടികളെ എടുക്കാം അല്ലേ? കേട് തീർന്ന കുട്ടികളെ എടുക്കാം. തീറ്റ വെള്ളമൊക്കെ എടുക്കാറായ കുട്ടികളെ എടുക്കണം. പിന്നെ ഞാൻ രാവിലെയും വൈകുന്നേരമാണ് വെള്ളം കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ രാവിലെ ആദ്യം പുല്ലൊക്കെ വിട്ട് പാടത്ത് പോയി പുല്ലൊക്കെ കൊണ്ടുപോയി കൊടുത്ത്, ഇല്ലച്ചാൽ വിടാത്ത ദിവസം പുല്ല് അരിഞ്ഞു കൊടുക്കും, ഇല്ലച്ചാൽ കൊണ്ടുപോയി കെട്ടും. എന്നിട്ട് കെട്ടി കഴിഞ്ഞതിന് ശേഷം വന്ന് ഒരു അരമണിക്കൂർ പോത്ത മൂര്യ വന്ന് നിന്നതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെള്ളം കാണിക്കുക. എന്നാലാണ് ബോഡിക്ക് എഫക്റ്റ് വരും. മറ്റേന്താ പറയുക, പുല്ല് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിവെള്ളം അത് കുടിക്കില്ല, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യം പുല്ല് കൊടുത്ത് നല്ല തിന്നതിന് ശേഷം വെള്ളം കാണിക്കുക, എന്നാലാണ് അതിൻ്റെ വളർച്ച നന്നായി കിട്ടും. അത് രാത്രി അതെ
ഞാൻ കയറ്റി കൊണ്ടുവന്നതിൻ്റെ ശേഷം പാടത്തുനിന്ന് കയറ്റി കൊണ്ടുവന്നതിൻ്റെ ശേഷം വൈകുന്നേരമാണ് പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിന് ശേഷമാണ് വെള്ളം കാണിക്കുള്ളൂ. എന്ന് വെച്ചാൽ അത് പാടത്തുനിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടോ അതൊക്കെ മൂത്രമായി പോയതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ നമ്മുടെ കൈത്തീറ്റ കൊടുക്കാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് വളർത്തിണ്ടാകുന്നത് ഞാൻ. എന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോഴാണ് വളർച്ച വേഗം കൂടുതൽ കാണുന്നത് എനിക്ക് മനസ്സിലായി. ഫസ്റ്റത്തെ ഒന്നും ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുണ്ടാകുന്നത്, അത് തിരിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. നോക്കുമ്പോൾ എനിക്കത് മാറ്റിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഗ്രോത്ത് കിട്ടാൻ തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു പോത്തിനിപ്പോൾ ഫാമിൽ നിന്നോ അല്ലെങ്കിൽ ചന്തയിൽ നിന്നോ എവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ആദ്യം നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ കൊണ്ടുവന്ന ദിവസം ഒരു 2-3 ദിവസം പാരസെറ്റമോൾ കൊടുക്കണം. പാരസെറ്റമോൾ അതിനെ ഉയരത്തിന് അതിൻ്റെ ബോഡിക്ക് വെയിറ്റ് അനുസരിച്ചിട്ട് പാരസെറ്റമോൾ കൊടുക്കണം. നമ്മൾ പനിക്കുള്ള ഗുളിക കൊടുത്തതിന് ശേഷം അതുമാതിരി ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ നല്ല വെള്ളം കൊടുക്കരുത്. ഇല്ലച്ചാൽ അതിന് വയർ സ്തംഭനമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. വയറിൽ എയർ കുടുങ്ങിയിട്ടൊക്കെ പ്രശ്നം, ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യണം. പിന്നെ അതിൻ്റെ ശേഷം കൊണ്ടുവന്നിട്ട് ഒരാഴ്ചൻ്റെ ശേഷം നമ്മൾ വിരക്കൽ ഗുളി കൊടുക്കുക. ഒരാഴ്ചൻ്റെ ശേഷം മതി. കൊണ്ടുവന്നതിൻ്റെ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, പനിക്കുള്ള ഗുളിയും കൊടുക്കുമ്പോൾ നമ്മൾ ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് മാസം നമ്മൾ വിരക്കൽ ഗുളി കൊടുക്കുക. എല്ലാ മാസവും ഒരേ ഡേറ്റിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ മൃഗാശുപത്രി പോയി മേടിക്കുമ്പോൾ അത് എഫക്റ്റ് കിട്ടുന്നില്ല. അത് അതിനനുസരിച്ചുള്ള റെഡി ആവുന്നില്ല, അതിനുള്ള പവറില്ല അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പൈസ കൊടുത്തിട്ടായാലും 60 രൂപ 100 രൂപ എന്ത് വരുന്നുണ്ട് നല്ലൊരു ഇത് മേടിക്കാൻ വെച്ചാൽ വിരക്കുള്ള ഗുളിക. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ വിരക്കുള്ള ഗുളികയായിട്ട് തന്നെ മേടിച്ച് കൊടുക്കുക. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കൊടുക്കുക മാക്സിമം. മുകേഷ്, പിന്നെ അതുപോലെ ഈ പരുത്തിക്കൊട്ടൊക്കെ ഇല്ലേ, പരുത്തിക്കൊട്ട പിണ്ണാക്ക്, അതൊക്കെ നമ്മളിങ്ങനെ കൊടുക്കണം. അതൊക്കെ അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു വെച്ചാൽ നമ്മൾ തീറ്റ ചെലവ് കൊടുക്കാൻ പാടില്ല. നമുക്കിത് ലാഭം കിട്ടില്ല. അതുമാതിരി നമ്മുടെ കയ്യിൽ നല്ല പൈസ പോകും. ഒരു ദിവസമൊക്കെ ഒരു 10-200 രൂപ ചിലവ് വരും. നമ്മൾ അത് അങ്ങനെയൊന്നും ചിലവാക്കേണ്ട ഒരു ആവശ്യമില്ല. നന്നായി വളരും. നല്ല പുല്ലും കഞ്ഞിയും തവിടും കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു 2 മാസം മുന്നേ വാങ്ങിച്ചാൽ പുലിങ്കൂരു പൊടിയൊക്കെ കിട്ടുമല്ലോ മേടിക്കാൻ. അതോ പൊടി അത് നമ്മൾ പൊടിക്കുകയല്ല വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നിട്ട് വേവിച്ച് കൊടുത്താലും നല്ലതാണ്. ഒരു എഫക്റ്റ് 2 മാസം മുന്നേ കൊടുത്താൽ മതി. അല്ലാണ്ട് വേറെ നമ്മളൊന്നും കൊടുക്കണ്ട. പരുത്തിക്കൂരൊന്നും കൊടുത്ത് നമുക്ക് മുതലാവില്ല. അവർ പിണ്ണാക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പോത്തിന് തവിടും നല്ല പുളിങ്കുരു പൊടി നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇല്ലിച്ച് നമുക്ക് കസ്റ്റമർ കൊടുക്കാം. ഇല്ലച്ചാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ 2 മാസം മുന്നേ കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഉഷാറായിക്കോളും. നല്ല പുല്ലും വെള്ളം നല്ല കൊടുക്കുക. നല്ല വെള്ളം, അതുകൊണ്ട് നല്ല കുടിക്കാൻ വെള്ളം കൊടുക്കരുത്. നല്ല കട്ടിയിൽ കൊടുക്കുക. എന്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടിയിൽ കപ്പി തിന്നണം. നല്ലാണ് അതിൻ്റെ വളർച്ച കിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ഈ പോത്തിനെ വളർത്തുമ്പോൾ എത്ര വർഷം നോക്കേണ്ട? ഒരു കർഷകൻ എന്ന നിലയ്ക്ക് ഇതിന് ലാഭകരമായിട്ട് കൊടുക്കണമെങ്കിൽ എത്ര വർഷം നോക്കിയാൽ അല്ലെങ്കിൽ എത്ര മാസം നോക്കിയാലാണ് നമുക്ക് കൊടുക്കേണ്ടത്? ഇതൊരു മാക്സിമം നല്ലൊരു പോത്തുംകുട്ടി. ഇപ്പോൾ ഈ ഒരു പോത്തുംകുട്ടിയാണ് ചിലപ്പോൾ ഒരു 8 മാസം നോക്കിയാൽ നമുക്ക് അത്യാവശ്യം നല്ല ടോപ്പായി കിട്ടും. 6 മാസം 7 മാസം നോക്കിയാൽ മതിയാവും. അതേ സ്ഥാനത്ത് ആ കുട്ടിയെ നമ്മൾ 1 കൊല്ലം നോക്കണം. 1 കൊല്ലം നോക്കണം. നല്ലാണ് അത് വലുത്. നമ്മളത് കുട്ടി നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് എടുക്കണം. നമ്മളിപ്പോൾ നല്ല പൈസ കൊടുത്ത് നമുക്ക് ഇല്ലച്ചാൽ നമ്മൾ ചെറിയ കുട്ടീനെ നോക്കിയിട്ട് എടുക്കുക. ബഡ്ജറ്റ് അനുസരിച്ചാണ്. പക്ഷേ എന്താ പറയുക, മാക്സിമം ഒരു 7-8 മാസം നോക്കാൻ പാടും. അതിൻ്റെ മേലേക്ക് നോക്കിയാൽ എന്താ പറയുക, നഷ്ടമാവും എപ്പോഴും. ഒരു 7 മാസം 8 മാസം മാക്സിമം അതിൽ നോക്കി നല്ല വളർത്തുക. സീസണായിട്ട് നോക്കിയിട്ട് എടുക്കുക വളർത്തുക. ഒരു ജനുവരി അങ്ങനെ വളർത്തുക. ഒരു പിറന്നാൾ കച്ചവടത്തിന് വിൽക്കുക. വലിയ പിറന്നാൾ ഉണ്ടല്ലോ അതിന് വിൽക്കുക. അതുപോലെ നമ്മൾ ഈ പോത്തിനെ വളർത്തണത് അതോ മൂരിനെ വളർത്തണോ നല്ലത്? ഏതാണ് ഒന്നുകൂടി നല്ലത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നും പോത്ത് വളർത്തുന്നതാണ് സുഖം. ഞാൻ ആദ്യം മൂരിയാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. 4 മൂരി വളർത്തിയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ മൂരിൻ്റെ ആയിട്ട് എന്നും സുഖം വളർത്താൻ പോത്താണ്. പോത്താണ്. അതുമാതിരി നമുക്ക് എന്ത് കൊടുത്താലും തിന്നും ചെയ്യാം. ഒരു എന്ത് പുല്ല് കൊടുത്താലും എന്ത് മൂരി അങ്ങനല്ല. മൂരി നോക്കിയിട്ട് തിന്നു. അതേമാതിരി മൂരിയെ നോക്കിയാലും വലിയ 1 കൊല്ലം കൊണ്ട് പോത്ത് ആവണ മാതിരി മൂരി ആവില്ല. മൂരിക്കൊരു ചെറിയൊരു വളർച്ച കമ്മി ഉണ്ടാവും എങ്ങനെയും. അതേമാതിരി അതാണ് അതിൻ്റെ ഒരു പ്രകൃതി നിയമമാണ്. അത് എങ്ങനെയും പോത്ത് വളർത്തുന്നതാണ് ലാഭകരമായിട്ട് വരുന്നത്. പോത്തിനാണ് ഡിമാൻഡ്. പോത്തിൻ്റെ വെച്ചാൽ ഒരു എപ്പോഴും നല്ലൊരു പൈസ ഉള്ളവരാണെന്ന് വെച്ചാൽ കുറച്ച് പൈസ കൂട്ടി മേടിക്കുന്നതാണ് നല്ലത്. ഒരു വലുതിനെ നോക്കി എടുക്കുന്നതാണ് എന്നും നല്ലത്. ഒരു 350 കിലോ 300 കിലോ ഉള്ള കുട്ടീനെ എന്നും എടുക്കണം മിനിമം. ഇല്ലെങ്കിൽ 280 കിലോ കുട്ടീനെ മേടിക്കാൻ എന്നും എടുക്കാൻ ശ്രമിക്കണം എല്ലാവരും. എന്ന് വെച്ചാൽ ഞാൻ വളർത്തിയ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. പൈസ ഇല്ല വെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് കമ്മിയായിട്ട് ഒരു 150 കിലോൻ്റെ ഒക്കെ എടുക്കാം. പക്ഷേ ഏറ്റവും നമുക്ക് ലാഭം കിട്ടുന്നത് അതിന് വളർത്താൻ സുഖം എന്നും വലിയ പോത്തോളാണ്. ഒരു 250 മുതൽ മേലേക്കുള്ള തന്നെ വളർത്താൻ സുഖം. ഒരു 350 കിലോകളിൽ ഒക്കെ മേടിക്കുക, വളർത്തുക. അടിപൊളിയാണ്. മൂരികളൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു മൂരികളെ വെച്ചാൽ ഒരു രസത്തിന് വളർത്തുക. അതുമാതിരി അതിൽ വലിയ ലാഭം കിട്ടുക വെച്ചാൽ കിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മൂരിക്ക് എപ്പോഴും കഴുകണം, പിടിക്കണം, കാര്യങ്ങളും ചെയ്യണം. നല്ലതാണ് അതിനനുസരിച്ചുള്ള ഇതാവുള്ളൂ. പോത്താകുമ്പോൾ അതിൽ വെറുതെ നനച്ച് വിട്ടാൽ മതിയല്ലോ. ഉരച്ച് കഴുകേണ്ട ആവശ്യം വരുന്നേ ഇല്ല. അതേമാതിരി എന്നും പോത്തുകൾക്ക് മാക്സിമം നമ്മൾ നല്ല കുളമുള്ളവർ കുളത്തിലിറക്കി, തോടുള്ളവർ തോട്ടിലൊക്കെ ഇറക്കി എപ്പോഴും കടത്തിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വളർച്ച കൂടാൻ ചാൻസ് ഉണ്ടെന്നല്ലാണ്. അങ്ങനെയാണ് അത്. അതേമാതിരി ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാത്തവർ മോട്ടർ അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 നേരം മോട്ടർ അടിച്ചു കൊടുക്കുക. അതേമാതിരി ഇപ്പോൾ
നമ്മൾ കെട്ടിയിട്ട് നിർത്തിയിട്ട് നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ മഴക്കാലമാണെന്ന് വെച്ചാൽ ഒരു 2-3 വട്ടം അടിച്ചാൽ മതി. ഇല്ല വെച്ചാൽ ഒരു 5-6 വട്ടം നനച്ചു കൊടുത്താൽ നല്ലതാണ്. അവർക്കൊരു നല്ലതാണ്. അവർക്ക് നല്ലൊരു സുഖം തോന്നി, മനസ്സിനും സുഖം തോന്നുമ്പോഴല്ലേ ശരീരം നന്നാവുക. അതേമാതിരി അവർക്ക് അങ്ങനെ ആകുമ്പോഴാണ് അവരും നല്ല രീതിയിൽ വളരുകയും ചെയ്യും. അതേമാതിരി ഇപ്പോൾ നിങ്ങൾ ഈ മേടിച്ചുകൊണ്ടുവന്ന മൂരി ഇത് ഗീർ ടൈപ്പ് മൂരിയാണ്. ഗീർ ഇത് ഗുജറാത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ എല്ലാവരും ഇപ്പോൾ കിട്ടാൻ തുടങ്ങി. ഇത് നല്ലൊരു മൂരിയാണ്. നല്ല വളരും, നല്ല വലുതാവും. സാധാ മൂരിനോടായിട്ടും ഡബിൾ ആവും. നല്ല ഹൈറ്റൊക്കെ വരും, നല്ലതായിരുന്നു. നന്നായി നോക്കി അടിപൊളിയാവും. അവർ വളർത്താനും സുഖം എന്താണ് ഗീര്. നല്ല കുറച്ച് സ്നേഹം ഉണ്ടാവും. മറ്റേത് നാടൻ മൂരികളൊക്കെ വെച്ചാൽ കുറച്ച് ചെകനയാവും, ചെടിയും കുത്തും തുടങ്ങും. കുറേ ഒരു വലുതാകുമ്പോൾ ഇതാകുമ്പോൾ പിന്നെയും കമ്മിയായിരിക്കും. അവർ നല്ല വളർത്താനും സുഖം എന്താണ്. അവർ നല്ല വൃത്തിയായിരിക്കും. എപ്പോഴും കുറച്ച് വൃത്തിയിലൊക്കെ നടക്കും ഇത് കാര്യങ്ങളും. പിന്നെ വളർത്താനും സുഖം എന്താണ്. വളരും ചെയ്യും. നമുക്ക് ഒരു കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെക്കുക. അത് മറ്റേത് നാടന്മാരാണെന്ന് വെച്ചാൽ ഒരു 10-15 മാസമൊക്കെ നോക്കണം. നല്ല ഉഷാറാവും, ഈ വലുതാവുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ പിന്നെ ചിലവ് ചുരുങ്ങിയ രീതിക്ക് കേട്ടോ. ഷെഡ് കണ്ടോ, ഇതൊക്കെ ഞാൻ തന്നെ കിട്ടിയതാണ്. ഇത് ഇത്ര തന്നെ വേണ്ടുള്ളേ. പോത്തിനൊക്കെ വളർത്തുമ്പോൾ ഇത്ര തന്നെ വേണ്ടുള്ളൂ. ഇതന്നെ അടിപൊളിയായി. പച്ചപ്പട്ട മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, നല്ല തണുപ്പ്. ഇതാണ് ഏറ്റവും ഉത്തമമായി. ഏറ്റവും ഇതല്ലേ നല്ലത്. ഏസിൻ്റെ ആയിട്ട് തണുപ്പല്ലേ. പണ്ടത്തെ പട്ടപ്പേരയും അങ്ങനെയൊക്കെ പറയുന്നത്. അതേമാതിരി ഇപ്പം നല്ല അടിപൊളിയാണല്ലോ. പിന്നെ ഇങ്ങനെ തന്നെ വേണ്ടത്. അതിന് നല്ല തണുപ്പ് തന്നെ വേണ്ടത് പോത്തുകൾക്ക്. അപ്പോൾ ഒരു തണുപ്പ് കിട്ടും. മറ്റേതെന്താ അറിയോ, വെയിൽ ചൂടാകുമ്പോൾ മറ്റേ ടാർപ്പയ ഷീറ്റൊക്കെ നമ്മൾ എക്സ്പോർട്ട് ഷീറ്റൊക്കെ ഇട്ടാൽ ചൂടായിട്ട് അതിനൊന്നും സഹിക്കാൻ പറ്റില്ല. ഇത് പട്ടയൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് നന്നായി നല്ല തണുപ്പ്, നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് പിന്നെ മേലെയും വേനൽക്കാലം മേലെയും ഇടാമല്ലോ പട്ട ഇതിൻ്റെ മേലെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഒന്നുകൂടിയും സുഖമായിട്ടിരിക്കാമല്ലോ.